ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേടെന്ന് സംസ്ഥാന ഓഡിറ്റ് വിഭാഗത്തിന്റെ സത്യവാങ്മൂലം. സാമ്പത്തിക അപാകതകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഹൈക്കോടതിയിൽ നൽകിയത്. സ്വർണം വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ 27 ലക്ഷം രൂപയുടെ കുറവ്. 2019 മുതൽ 22 വരെയുള്ള 3 വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് തിരിമറി കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് വിശദാംശങ്ങൾ? റീജിത്ത്, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വൻ ക്രമക്കേട് നടന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ഗുരുവായൂർ ദേവസ്വത്തിനെതിരെ സംസ്ഥാന ഓഡിറ്റ് വിഭാഗം സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. സാമ്പത്തിക അപാകതകൾ സംബന്ധിച്ച വിവരമാണ് നൽകിയത്. സ്വർണ്ണ വെള്ളി ലോക്കറ്റ് വിൽപ്പനയിൽ 27 ലക്ഷം രൂപയുടെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. 2019 മുതൽ 22 വരെയുള്ള 3 വർഷത്തെ ലോക്കറ്റ് വിൽപ്പനയിലാണ് തിരിമറി. തുക നിക്ഷേപിച്ചിരുന്നത് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ 2 അക്കൗണ്ടുകളിലാണ്. ബാങ്ക് ജീവനക്കാരൻ നൽകുന്ന ക്രെഡിറ്റ് സ്ലിപ്പും അക്കൗണ്ടിൽ എത്തിയ തുകയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് പറയുന്നത്. CCTV സ്ഥാപിക്കാനായി കരാർ നൽകിയിരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ്. ബാങ്കിന്റെ കളക്ഷൻ ജീവനക്കാരൻ തുക കൃത്യമായി അടയ്ക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ചില്ല എന്നും പറയുന്നുണ്ട്. CCTV സ്ഥാപിച്ച വകയിൽ കരാറുകാരന് ബിൽ തുക നൽകിയതിലും നഷ്ടം സംഭവിച്ചു എന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി പ്രകാരം നടത്തിയ CCTV സ്ഥാപിക്കലിൽ ദേവസ്വം ഫണ്ടിൽ നിന്നും തുക ചിലവഴിച്ചു എന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത് സംബന്ധിച്ച് ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായ സത്യവാങ്മൂലം ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേവസ്വം ബോർഡിനോട്. കേസ് പിന്നീട് പരിഗണിക്കും. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു.